നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഡിസോൺ കലോത്സവ സംഘർഷവുമായി ബന്ധപ്പെട്ട് 10 SFI പ്രവർത്തകർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. KSU പ്രവർത്തകനെ ആക്രമിച്ച കേസിലും പെൺകുട്ടികളെ അസഭ്യം പറഞ്ഞതിലുമാണ് കേസെടുത്തത്. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിന്റെ KSUവിന്റെ കൊടികളും ബോർഡുകളും മറ്റു ബോർഡുകളും SFI പ്രവർത്തകർ കോളേജ് ക്യാമ്പസിൽ പരസ്യമായി കത്തിച്ചതായി പരാതി. KSU കോളേജ് യൂണിയന്റെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. സ്വർണ്ണവില കുതിക്കുന്നു. ഇന്ന് ഗ്രാമിന് 120 രൂപയും പവന് 960 രൂപയും വർദ്ധിച്ചു. ഗ്രാമിന് 7730 രൂപയായി. വാർത്തകൾ വിശദമായി. ഡിസോൺ കലോത്സവ സംഘർഷവുമായി ബന്ധപ്പെട്ട് 10 SFI പ്രവർത്തകർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. KSU പ്രവർത്തകനെ ആക്രമിച്ച കേസിലും പെൺകുട്ടികളെ അസഭ്യം പറഞ്ഞതിലുമാണ് കേസെടുത്തത്. KSU നേതാവ് ഷാജിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. മാളയിൽ നടന്ന ഡിസോൺ കലോത്സവത്തിനിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ നിദ ഫാത്തിമ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെയുണ്ടായ സംഘർഷം തടയുന്നതിനായി എത്തിയ ഷാജിയെ കമ്പിവടി കൊണ്ട് മാരകമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ SFI പ്രവർത്തകരായ ആശിഷ്, റിസ്വാൻ, മഹേഷ്, അർഷഫ്, അതുൽ, അഭിനന്ദ്, ഫെഡറൽ കാസ്ട്രോ, അനുഷിക്, അനിരുദ്ധ്, വൈശാഖ് എന്നിവരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ KSUവിന്റെ കൊടികളും ബോർഡുകളും മറ്റു ബോർഡുകളും SFI പ്രവർത്തകർ കോളേജ് ക്യാമ്പസിൽ പരസ്യമായി കത്തിച്ചതായി പരാതി. KSU കോളേജ് യൂണിയന്റെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു ഉദ്ഘാടനം ചെയ്തു. ജസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ചു. AR രാമദാസ്, AM മുസമ്മിൽ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ KS കമറുദ്ദീൻ, A ചന്ദ്രൻ, റുവിൻ വിശ്വം, സനിൽ സത്യൻ, സുനിൽ കളരിക്കൽ, സാബു കണ്ടത്തിൽ എന്നിവർ പങ്കെടുത്തു. മുൻഷിർ, ജോയ് കൊല്ലംപറമ്പിൽ, ഇസ്മായിൽ, സന്തോഷ് ഇല്ലത്തുപറമ്പിൽ, വിനോദ് കുമാർ, MS അഭിനവ്, രതീഷ് എന്നിവർ നേതൃത്വം നൽകി. പഠിച്ച വിദ്യാഭ്യാസം നടത്തിയ ആളാണ്. അന്നും SFI ഉണ്ടായിരുന്നു, KSU ഉണ്ടായിരുന്നു, പലപ്പോഴും സംഘർഷവും ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഇതേ കൊടികത്തിക്കൽ, കൊടിമരം കത്തിക്കൽ അല്ലെങ്കിൽ ബോർഡ് കത്തിക്കൽ എന്നുള്ള ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ആരും മുന്നോട്ട്. ഇന്നലെ SFIയുടെ പ്രവർത്തകർ കൃത്യമായി പറഞ്ഞാൽ അവർ അത് ഷൂട്ട് ചെയ്ത് അതിനുവേണ്ട മ്യൂസിക് തയ്യാറാക്കി റീൽസാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് പരസ്യം ചെയ്യുകയാണ് ഉണ്ടായത്. വ്യാസ വിദ്യാനികേതനിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. ചാലക്കുടി വിദ്യാനികേതൻ പ്രിൻസിപ്പളും FAP ദേശീയ പുരസ്കാര ജേതാവുമായ PG ദിലീപിനെ ചടങ്ങിൽ അനുമോദിച്ചു. ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി KP ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ കഴിഞ്ഞ 25 വർഷത്തെ മികച്ച സംഭാവനകളെ പരിഗണിച്ച് പ്രധാന അധ്യാപകർക്കാണ് ഈ ആജീവനാന്ത പുരസ്കാരം നൽകുന്നത്. FAP ഇന്ത്യ എഡ്യൂക്കേഷൻ ട്രസ്റ്റും ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് മികച്ച പ്രിൻസിപ്പാളിനുള്ള അവാർഡാണ് ഇത്. ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ, വാർഡ് കൗൺസിലർ ലില്ലി ജോസ്, ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറർ TN രാമൻ, സ്കൂൾ രക്ഷാധികാരി N കുമാരൻ, ക്ഷേമസമിതി പ്രസിഡന്റ് AK ഗംഗാധരൻ, ചാലക്കുടി പ്രസ് ഫോറം അംഗം ലാലുമോൻ KA, മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില കുതിക്കുന്നു. ഇന്ന് ഗ്രാമിന് 120 രൂപയും പവന് 960 രൂപയും വർദ്ധിച്ചു. ഇതോടെ ഗ്രാമിന് 7730 രൂപയും പവന് 61840 രൂപയുമായി. ഇന്നലെ പവന് 120 രൂപ വർദ്ധിച്ച് 60880 രൂപയും ഗ്രാമിന് 7610 രൂപയുമായിരുന്നു. ഒരു മാസം കൊണ്ട് 4640 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. രാജ്യാന്തര വിപണിയിലെ അനിശ്ചിതത്വം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നതായാണ് വിലയിരുത്തൽ. AIYF മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി രക്തസാക്ഷി ദിനം ആചരിച്ചു. പുത്തഞ്ചിറ മങ്കിടിയിൽ നടന്ന അനുസ്മരണ യോഗം CPM തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമെല്ലാം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാട്ടം നയിച്ചത് AISF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ്. ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് AISF. തീർച്ചയായും അതുകൊണ്ട് തന്നെ AISFന് ശേഷം AISF മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളെല്ലാം ശാശ്വതമാക്കുവാൻ
ഇന്ത്യയിലെ ചെറുപ്പക്കാർ അവരുടേതായ ദൗത്യം നിർവഹിക്കേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് AIVF. പിറവിയെടുത്ത കാലം മുതൽ രാജ്യത്തിന്റെ മതേതരത്വത്തെയും മാനവികതയെയും സംരക്ഷിക്കാൻ എണ്ണമറ്റ ചരിത്രം നടത്തിയ പ്രസ്ഥാനമാണ് AIVF. ഇന്ന് ഗാന്ധി രക്തസാക്ഷി ദിനമാണ്. സഖാവ് വാസുദേവനോട് സൂചിപ്പിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട പ്രശ്നം. മണ്ഡലം പ്രസിഡന്റ് രമ്യ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു. TN വേണു, VM വത്സൻ, KV സുജിത്ലാൽ, MK ബാബു, KP സലി, UV വാസുദേവൻ, PV അരുൺ, AP വിദ്യാധരൻ, VM ചന്ദ്രബോസ്, TN പ്രദീപ്, AIVF മാള മണ്ഡലം സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പുത്തൻവേലിക്കര ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ ഉണ്ണിയേശുവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. നവവൈദികൻ ഫാദർ ജോർജ് ഞാറ്റുതൊട്ടിയിൽ കൊടിയേറ്റം നിർവഹിച്ചു. ശനിയാഴ്ച അമ്പ് തിരുനാൾ ആഘോഷിക്കും. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ തിരുനാൾ ദിവ്യബലി, വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. പുത്തഞ്ചിറ കരിങ്ങാച്ചിറ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. കാഴ്ചശീവേലി, പെരുവനം ശങ്കരനാരായണന്റെ നേതൃത്വത്തിൽ മേളം, ദീപാരാധന, തായമ്പക എന്നിവ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിസോൺ കലോത്സവ സംഘർഷവുമായി ബന്ധപ്പെട്ട് 10 SFI പ്രവർത്തകർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. KSU പ്രവർത്തകനെ ആക്രമിച്ച കേസിലും പെൺകുട്ടികളെ അസഭ്യം പറഞ്ഞതിലുമാണ് കേസെടുത്തത്. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിന്റെ KSUവിന്റെ കൊടികളും ബോർഡുകളും മറ്റു ബോർഡുകളും SFI പ്രവർത്തകർ കോളേജ് ക്യാമ്പസിൽ പരസ്യമായി കത്തിച്ചതായി പരാതി. KSU കോളേജ് യൂണിയന്റെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. സ്വർണ്ണവില കുതിക്കുന്നു. ഇന്ന് ഗ്രാമിന് 120 രൂപയും പവന് 960 രൂപയും വർദ്ധിച്ചു. ഗ്രാമിന് 7730 രൂപയായി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.